അമൃതനാഥാണ് ബാവലിയിലുള്ളത്. അവിടെ ചെക്ക് പോസ്റ്റ് പരിസരത്താണ് എല്ലാ ദൗത്യ സംഘാംഗങ്ങളും വന്നെത്തിയിട്ടുള്ളത്. അവരുടെ ദൗത്യം ആരംഭിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അരുണിലേക്ക് പോവുകയാണ്. അരുൺ, അവിടെ ദൗത്യ സംഘം എല്ലാവരും തന്നെ വന്നെത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ ഒരുക്കങ്ങൾ? ഇനിയുള്ള നീക്കം എങ്ങനെയായിരിക്കും? അതേ മോത്തി, ദൗത്യം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പോയിലായിരുന്നു 4 കുങ്കി ആനകളും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കുങ്കി ആനകൾ ഇവിടെ നിന്ന് നീങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെയും അങ്ങനെയായിരുന്നു. ഈ മേഖല വഴി ഉൾവനത്തിലൂടെയാണ് ഈ കാട്ടാന നിൽക്കുന്ന ആ പ്രദേശത്തേക്ക് കുങ്കി ആനകളെ കൊണ്ടുപോയത്. ഇപ്പോൾ അത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുങ്കി ആനകൾ ഇപ്പോൾ ഇവിടെയില്ല. കുങ്കി ആനകളെ ഈ ഒരു ദൗത്യത്തിനായി ആ ഒരു മേഖലയിലേക്ക് വനം വകുപ്പ് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കുങ്കി ആനകൾ ആ ഒരു പ്രദേശത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ DFO പറഞ്ഞതനുസരിച്ച് ആ ഒരു പ്രദേശത്തെ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഉയരത്തിലുള്ള അടിക്കാടുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പോൾ അത്തരം പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് കുങ്കി ആനകളുടെ സാന്നിധ്യം അവിടെ ഉറപ്പാക്കണം. ഈ മിഷനിൽ കാരണം അക്രമ സ്വഭാവമുള്ള ഒരു ആനയാണ് ഈ ബേലൂർ മകന. അപ്പോൾ ഇത് ഈ ഉദ്യോഗസ്ഥർക്കേറെ പാഞ്ഞെടുക്കുന്ന സാഹചര്യമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അതെല്ലാം കണക്കിലെടുത്ത ഈ കുങ്കി ആനകളുടെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് അനിവാര്യം. അപ്പോൾ കുങ്കി ആനകളെ അതിനായാണ് അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ഏറുമാടത്തിൽ നിന്നോ ട്രീ ഹട്ടുകളിൽ നിന്നൊക്കെ ഈ ആനയെ നിരീക്ഷിക്കുകയാണ്. ഈ ആനയുടെ 300 മീറ്റർ പരിധിയിൽ എത്തിയാണ് നമുക്ക് ആന്റിന സിഗ്നൽ ലഭിക്കുകയുള്ളൂ. മറ്റ് സിഗ്നൽ, റേഡിയോ കോളർ സിഗ്നൽ ഇടയ്ക്ക് ഈ കട്ടാവുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ 300 മീറ്റർ അടുത്തെത്തിയാൽ ആന്റിന സിഗ്നൽ കൃത്യമായി ലഭിക്കും എന്നുള്ളതാണ്. ഇന്നലെ 100 മീറ്റർ അടുത്ത് വരെ ആനയുടെ എത്തിയിരുന്നു. അത്തരത്തിൽ ഈ ആനയുടെ അടുത്തേക്ക് എത്താനുള്ളൊരു നീക്കമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടക്കുന്നത്. ആദ്യം വാച്ച് ആൻഡ് ഗാർഡുമാർ, ഫോറസ്റ്റ് വാച്ച് ഗാർഡുമാരാണ് അങ്ങോട്ടേക്ക് എത്തുക. അതിന് ശേഷമാണ് ഈ വനംവകുപ്പിന്റെ മയക്കുവെടിയൊക്കെ വെക്കാനുള്ള ഒരു കോർ സംഘം അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഇന്നലെയും അങ്ങനെയായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ഈ കുങ്കി ആനകളെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നൊരു നീക്കം തന്നെയായിരിക്കും. കുങ്കി ആനകളുടെ സഹായത്തോടെ ഈ മയക്കുവെടി നടക്കൂ എന്നൊരു നിലപാട് എന്നൊരു തീരുമാനം ഈ വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മിഷൻ പ്രോഗ്രസ് ചെയ്യുന്നു. മിഷൻ ഇസ് ഓൺ എന്ന വാക്കുകൾ നേരത്തെ മാർട്ടിൻ ലോവൽ DFO പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മിഷൻ പുരോഗമിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ നമുക്ക് നൽകാനുള്ള സുപ്രധാനമായ വിവരം. ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് വനം വകുപ്പിന്. നാട്ടുകാരെ സംബന്ധിച്ച പ്രതീക്ഷയാണ്. ആ ശുഭാപ്തി വിശ്വാസത്തിൽ ഇന്ന് ദൗത്യം വിജയകരമാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.